ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന SSLC ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഒരു പേപ്പർ അനാലിസിസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് നടന്ന ഹിന്ദി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇനി വരുന്ന ടൈമിൽ SSLC എഴുതുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഈ ക്വസ്റ്റ്യനും കൂടി ഒന്ന് പരിചയപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണിത് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ഫുൾ ആൻസർ നോക്കുമല്ലോ, ഏകദേശം ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകും, അത്രയാണുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൊത്തത്തിൽ അതിനു മുമ്പ് എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു മീഡിയം ലെവലായിട്ടാണ് പലയിടത്തും കമൻറ്റുകളൊക്കെ കണ്ടത്. ഓക്കെ, അതായത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ടുള്ളവർക്ക് A+ സ്കോർ ചെയ്യാൻ എളുപ്പമാണ്, അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് അവിടെ അനുഭവപ്പെടും. ഓക്കെ, എനിവേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെയിൻ ബസേരേമേ. എന്നാലും നമ്മൾ ജയിക്കാനാണെങ്കിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒരു എക്സാമും കൂടിയായിരുന്നു. റെയിൻ ബസേരേമേ യാത്രാവൃത്തിക യംശ പടയോർ പ്രശ്ന ഏക്കോർ ദോക്കെ ഉത്തർ ലിഖ്യം. അതായത് റെയിൻ ബസേരേമേം എന്ന് പറയുന്ന യാത്രാവൃത്തിൻ്റെ ഒരു ഭാഗം വായിച്ചിട്ട് പ്രശ്നം 1 और 2, അതായത് 1, 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാനാണ്. നമുക്ക് പാസേജ് ഒന്ന് വായിക്കാം. शिक्षक दिवस के अवसर पर पूरे देश में अनगिनत शिक्षकों का सम्मान किया जाता है. मेरे शहर में मेरा भी कई बार सम्मान हो चुका है, लेकिन उस रात को भय और आतंक के साये में ही सही मुझे जो सम्मान मिला वो अपूर्व था. मैंने कभी नहीं सोचा था कि एक शिक्षक के रूप में मेरा सर्वश्रेष्ठ सम्मान इस प्रकार होगा. ഓക്കെ, നമ്മൾ അതിന് മീനിങ്ങിലേക്ക് പോകുന്നില്ല, ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യഹാം കാ ശിക്ഷക് കോൺ ഹെ. ഇവിടെ ശിക്ഷക് ആരാണ്? ചോട്ടു, പാഗൽ, ലേഖക്, യുവക്. സിമ്പിൾ ആണ്. ആരാണ്? ലേഖകാണ് ശിക്ഷക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഉസ് രാത് കോ മിലെ സമ്മാൻ കോ ലേഖക് സർവശ്രേഷ്ഠ ക്യോ മാനത്തെ ഹെ. ഇനി അതിന്റെ ആൻസറിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, അന്ന് എന്താണ്, ആ ഭ്രാന്തനായിട്ടുള്ള ആൾ ഇവരെ ഒത്തിരി ഭയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു ബിഹേവിയർ അദ്ദേഹത്തിന് ചേഞ്ച് ചെയ്യുകയും പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലേഖക് റൈറ്ററാന്ന് പറഞ്ഞപ്പോൾ ടീച്ചറാന്ന് പറഞ്ഞപ്പോൾ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ ഏകദേശം ഈ ഒരു പോയിന്റ് നമുക്ക് മാറ്റിയൊക്കെ എഴുതിയാൽ മതി. 5 और आतंक के साये में ही सही मुझे जो सम्मान मिला. അതായത് ഈ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്താണ് ദില്ലി മേ ഉനിന്ദെ സംസ്മരൺ കാ അംശ പടേ ഓർ പ്രശ്ന 3 और 4 के उत्तर लिखे. ദില്ലി മേ ഉനിന്ദെ എന്ന് പറയുന്ന സംസ്മരണിലെ ഒരു ഭാഗം തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് 3, 4 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എഴുതാനാണ്. हमने 2 मोड़ पार कर लिए हैं, लेकिन ना उसकी हंसी रुकती है ना उसका ऑटो. इसके बाद ही मैं उसका चेहरा देखती हूँ. ड्राइविंग आईने में एक हंसी कब से है, मैं पीछे बैठी पूछती हूँ होगी कोई 10-12 साल से. അതാണ് പാസേജിൽ തന്നിട്ടുള്ള ദില്ലി മേ ഉനിന്ദ എന്ന് പറയുന്ന ആ ഒരു സംസ്മരണിലെ ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ ലേഖിക ആ ഓട്ടോയിൽ കയറുന്നു, എന്നിട്ട് അവരെന്താണ് ആ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം ചുമക്കുകയും അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ചുമ എന്ന് മുതലാണ് തുടങ്ങിയത് എന്ന് ലേഖിക ചോദിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. 3-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നീച്ചെ ദിയെ പ്രസ്താവക്ക് പടേ ഓർ സഹി വികൽപ്പ് ചുൻകർ ലിഖേ. അതായത് താഴെ തന്നിട്ടുള്ള സെന്റൻസുകൾ വായിച്ചിട്ട് ശരിയായിട്ടുള്ളത് സെലക്ട് ചെയ്ത് എഴുതാനാണ്. അപ്പം നമുക്ക് നോക്കാം ഓപ്ഷൻസ് കൊണ്ട്. ഇവിടെ ഓട്ടോ വാല ഗരീബ് ആദ്മി ഹെ. ഓട്ടോ വാല എന്താണ്? ഒരു പാവപ്പെട്ട ആളാണ്, അത് എന്താണ്? ശരിയാണ്. ഇനി അടുത്താണ് ഓട്ടോ വാല ഗാവ് കെ ഹർമേ സോത്താ ഹെ. ഓട്ടോ വാല എവിടെയാണ്? ഗ്രാമത്തിലെ വീട്ടിലാണ് ഉറങ്ങുന്നത്. അത് ശരിയാണോ? അത് തെറ്റായിട്ടുള്ളതാണ്, 2 തെറ്റാണ്. ഓട്ടോ വാല ഹാസിസെ പരേശാൻ ഹെ. ഓട്ടോ വാല ചുമ കാരണം ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഏതാണ് 1, 3 ഇപ്പം ശരിയാണ്. ഇനി അടുത്ത് നോക്കാം 4. ഹാസിക്ക് കാരണം ഓട്ടോ വാല ഗാഡി രോക്താ ഹെ. അയാൾക്ക് ചുമയുണ്ടെങ്കിൽ എന്താണ്, ഒരിക്കലും അയാൾ എന്ത് ചെയ്യുന്നില്ല, വണ്ടി നിർത്തുന്നില്ല. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ 1, 3 ആണ്. ഈ 4-ാമത്തെ കൺഫ്യൂഷൻ ആവരുത്, കാരണം അയാൾ എത്ര ചുമക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, വണ്ടി ഒരിക്കലും നിർത്തുന്നില്ല. ഓക്കെ, അപ്പോൾ 1, 3 ആണ് റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം 4-ാമത്തെ ഓപ്ഷനിൽ അത് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്താണ് സംസ്മരൺ കെ ഇസ് പ്രസംഗ के आधार पर पटकथा का एक दृश्य लिखी. അപ്പം പട്കഥ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്തായാലും കൺഫേം ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ നിന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആണ്, കാരണം 2 ക്യാരക്ടേഴ്സ് വരുന്നുള്ളൂ. ലേഹിയുണ്ട്, റിക്ഷാവാലയുണ്ട്, ഓട്ടോറിക്ഷ അതായത് രാജാറാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരെന്താണ് ആ ഓട്ടോയിൽ അവരുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ഇദ്ദേഹം ചുമയ്ക്കുന്നു. ആ ഒരു സമയത്ത് എന്താണ്, നമ്മുടെ ലേഖികയും രാജാറാമും തമ്മിലുള്ള കോൺവെർസേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ സ്ക്രിപ്റ്റ് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഇത്, നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നന്നായിട്ട് വായിച്ചിരിക്കണം. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ സമ്മറിയൊക്കെ വീഡിയോസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്താണ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലാണ് അത് കുറച്ചുകൂടി നമുക്കത് എഴുതാനായിട്ട് പോയിന്റ്സ് കിട്ടത്തുള്ളൂ. ഇനി അടുത്താണ് ഹിഡ്കി ലഘുകഥ അംശപടെ പ്രശ്ന 5 और 6 के उत्तर लिखिए. അതായത് ഹിഡ്കി എന്ന് പറയുന്ന ലഘുകഥ വായിച്ചിട്ട് 5-6 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എഴുതാനാണ്. ഓക്കെ, ചൽ നാ തേരി നാ മേരി डेढ़ सौ पर पीस. अच्छा दीदी ठीक है लो रंग पसंद कर लो. कुछ सोचते हुए उसने कहा और गडर
पत्नी के सामने सरका दिया, पत्नी ने 5 शोले अलग कर ली और മേരി ഓർ ദേഖ് റുപ്പിയെ ദേനേക്ക ഇഷാര കിയ. അപ്പൊ ഇതിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഹിഡ്കിയില് അപ്പൊ എന്താണ് നമ്മുടെ യുവതിയും പത്നിയും തമ്മിലുള്ള ആ ഒരു ബാർഗൈനിങ് ആണ്, അല്ലെങ്കിൽ അവർ ആ വില പേശുന്നതാണ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ചൽ നാ തേരി നാ മേരി 150 per piece. ഏ കിസ്നെ കിസ്സേ കഹ. ഇത് ആരുടെ അടുത്താണ് പറഞ്ഞത്, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുമ്പോ എന്താണ്, ചൽ നാ തേരി നാ മേരി 150 per piece. ഇത് പറയുന്നത് പത്നിയാണ്, പത്നീനെ യുവതീസെ കഹ എന്നുള്ളതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി 6 നോക്കാം. കോഷ്ടക്കെ ശബ്ദോങ്കി മദദ്സെ വാക്യ വിസ്താർ കരെ. വാക്യങ്ങൾ സെന്റൻസുകൾ എക്സ്പാൻഡ് ചെയ്യാനുള്ളതാണ്. ഷോൾ, ട്രെയിൻ മേം, രംഗീൻ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം യുവതി ബേച്തി ഹെ, ക്യാ ബേച്തി ഹെ. യുവതി എന്താണ് വിൽക്കുന്നത്, ഷോൾ ആണ് വിൽക്കുന്നത്. യുവതി ഷോൾ ബേച്തി ഹെ. ഇനി എങ്ങനെയുള്ള ഷോൾ ആണ്, യുവതി രംഗീൻ ഷോൾ ബേച്തി ഹെ. അടുത്ത ഒരെണ്ണം കൂടി എഴുതണം, യുവതി എവിടെയാണ്, യുവതി ട്രെയിൻ മേ രംഗീൻ ഷോൾ ബേച്തി ഹെ. ഓക്കെ, അല്ലെങ്കിൽ ട്രെയിൻ മേ യുവതി രംഗീൻ ഷോൾ ബേച്തി ഹെ എന്നൊക്കെ പറഞ്ഞ് അത് എഴുതാൻ പറ്റും. ഓക്കെ, മീനിങ് കറക്റ്റ് ആയിട്ട് വന്നാൽ മതി. ഇനി അടുത്താണ് വൈറ്റ് ക്യാപ് കഹാനിക്കായി അംശപ്പെടേ ഓർ പ്രശ്ന 7 और 8 के ഉത്തർ ലിഖിം. അതായത് വൈറ്റ് ക്യാപ് എന്ന് പറയുന്ന സ്റ്റോറി വായിച്ചിട്ട് 7-8 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എഴുതാനാണ്. बेचारा केशव दिन को रुआसा पड़ा रहता मगर रात को सपने में वो अपने को अक्सर क्रिക്കറ്റ് खेलता देखा करता. അതായത് കേശവ് നമ്മുടെ ടൗണിലെ പാരന്റ്സിന്റെ അടുത്ത് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഉസ്കെ ഹാത്തോ മേ നയാ ബല്ല ഓർ സിർ പർ ഷക് വൈറ്റ് ക്യാപ് ഹോത്തി. അപ്പൊ എന്താണ്, രാത്രിയിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്ന സ്വപ്നങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ടാങ്കോ പർ ഷാൻദാർ മോട്ടെ പാഡ് കസേ ഹോത്തെ മോട്ടെ മെंढक की तरह दिखते अपने उस रूप की कल्पना पर वो मन ही मन मुस्कुराता. ഓക്കെ, ഇതാണ് പാസേജ്. നമുക്ക് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, കേശവ് മൻ ഹി മൻ മുസ്കുരാത്ത ക്യോ. എന്തുകൊണ്ടാണ് അവൻ ചിരിക്കുന്നത്, वो सपना देखता है, क्या देखता है, उसके हाथों में नया बल्ला और सिर पर वाइट कैप पहने हुए वो अपने आप को सपना देखता है. പിന്നെ എന്താണ് അതിന്റെ ആൻസർ ആയിട്ട് വരും, മോട്ടെ മെണ്ടക്കി തരക് ദിഖ്തെ അപ്നെ ഉസ് രൂപ് കി കൽപ്പന പർ വോ മുസ്കുരാത്ത. ഓക്കെ എന്ന് പറഞ്ഞ് ഈ 2 പോയിന്റുകൾ കൂടി ആഡ് ചെയ്തിട്ട്, ഒന്നാമത്തെ എന്താണ്, അവൻ സ്വപ്നത്തിൽ ബാറ്റും ബോളും ഒക്കെ അല്ലെങ്കിൽ ബാറ്റ് അതുപോലെയൊക്കെ എന്താണ് പാഡൊക്കെ വെച്ചിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, സ്വപ്നം കാണുന്നത്. ഒരു ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ആയിട്ടാണ് അവൻ തന്നെ സ്വപ്നം കാണുന്നത്. ഓക്കെ, അപ്പൊ അവന് തോന്നുന്നത് എന്താണ്, ഒരു വലിയ തവളയെ പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് അവന് ചിരി തോന്നിയത്. ഇനി 8ആണ്, അപ്പനെ സപ്നയ്ക്ക് ബാരേമേ കേശവ് ഓർ മാക്കെ ബീച്ച് കി സംഭാവിത് ബാത്ചീത് ലിഖേ. ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ബാത്ചീത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവെർസേഷൻ ആണ്. രണ്ടും എന്തെഴുതാനാണ്, കോൺവെർസേഷൻ എഴുതാനുള്ളതാണ്. കേശവ് ഓർ മാക്കെ ബീച്ച് കി സംഭാവിത് ബാത്ചീത് ലിഖേ. അതായത് തന്റെ സ്വപ്നത്തെ കുറിച്ച് കേശവ് അമ്മയുടെ അടുത്ത് പറയുന്ന ആ ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. ഓക്കെ, ഞാൻ ഇതാണ് സ്വപ്നം കണ്ടത് എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് പറയുന്ന കോൺവെർസേഷൻ. ഇനി അടുത്തതാണ്, ബല്ല ഓർ ബോൾ നാ മിൽനേസെ കേശവ് ബഹുത് ദുഃഖി ഹുവ. അതായത് ബാറ്റും ബോളും കിട്ടാത്ത കൊണ്ട് കേശവ് എന്താണ്, ഒത്തിരി സങ്കടപ്പെടുന്നു. ഇസ്പർ ഉസ്കെ മാതാ ഓർ പിതാക്കെ ബീച്ച് ബാത്ചീത് ലിഖി. ഇതിനെ കുറിച്ച് ആരാണ്, അവന്റെ പാരന്റ്സ് തമ്മിലുള്ള സംഭാഷണം, അച്ഛനും അമ്മയും തമ്മിൽ കേശവിനെ ഈ ഒരു എന്താണ് ബാറ്റും ബോളും വാങ്ങിക്കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് നടത്തുന്ന ഒരു കോൺവെർസേഷൻ ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ബാറ്റും ബോളും കിട്ടാത്ത കൊണ്ട് അവനൊത്തിരി സാഡാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് അവിടെ എഴുതേണ്ടത്. അപ്പൊ രണ്ടും എന്തെഴുതാനാണ്, കോൺവെർസേഷൻ എഴുതാനുള്ളതായിരുന്നു. ഇനി അടുത്തതാണ്, റഹീം കാ ദോഹ പടയോർ പ്രശ്ന നോക്ക ഉത്തർ ലിഖി. അതായത് റഹീമിന്റെ ദോഹ വായിച്ചിട്ട് 9ാമത്തെ ക്വസ്റ്റിന് ഉത്തരം എഴുതാനുള്ളതാണ്. റഹീമൻ ദാഗാ പ്രേമിക മത്തോരോ ചട്കായി ടൂटे पे फिरना जुरे जुरे कांड परिचय दोहे के आधार पर लिखें. इस दोहे में किसका महत्व बताया गया है. ഈ ദോഹയിൽ എന്തിന്റെ മഹത്വമാണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ്, പ്രേം അല്ലെങ്കിൽ റിശ്തോं महत्व के बारे में बताया गया है. ഇനി അടുത്തതാണ്, പ്രേം കെ സൂത്ര കോ ചട്കെ സെ മത് തോടോ ഇസ് ആശയ വാലി പങ്ക്തി ചുൻകർ ലിഖേ. ഓക്കെ, അതിന്റെ ആൻസർ ഏതായിരിക്കും, റഹ്മൻ ദാഗ പ്രേം ക മത് തോരോ ചട്കായി. അതായത് ഫസ്റ്റ് ലൈനാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് പ്രേമത്തിന്റെ ആ ഒരു നൂലെന്താണ് പെട്ടെന്ന് പൊട്ടിച്ച് കളയരുത്. ഓക്കെ, ഇനി അടുത്തതാണ്, പരി ലഡ്കി കഹാനിക്കായി അംശപ്പെടേ ഒരു പ്രശ്നം 10 और 11 के ഉത്തർ ലിഖേ. അതായത് പരി ലഡ്കി എന്ന് പറയുന്ന സ്റ്റോറിയിലെ ഒരു ഭാഗം വായിച്ചിട്ട് പ്രശ്നം 10 और 11 के 10-11 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എഴുതാനാണ്. दो दिन बाद एक दोस्त ने मुझे एक दावत पर आमंत्रित किया. वहां एक लड़की आएगी, तुम्हें वो लड़की पसंद आएगी. उसने डिनर के लिए जाते समय कार में कहा, मुझे वो पसंद आई. एक नर्स दयालु होशियार हरी आंख जीवन से परी हुई. उनमें कुछ ऐसा था जो मुझे जाना पहचाना लगा. उसने कहा कि उसका नाम रोमा है. ഓക്കെ, അതായത് 2 ദിവസം കഴിഞ്ഞ് അവൻ എന്താണ്, ഹർമൻ തന്റെ സുഹൃത്തിനൊപ്പം ഒരു ക്ഷണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ പോവുകയാണ്. അവിടെ വെച്ചൊരു പെൺകുട്ടീനെ കാണുന്നു.
ആ പെൺകുട്ടിയുടെ പേര് റോമയാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിശേഷൻ ശബ്ദ ചുൻകർ ലിഖിയ. ഇതിനകത്ത് വിശേഷൻ ശബ്ദ ഏതാണ്? ദാവത്ത്, ആഖ, ജീവൻ, ഹരി. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ആ റോമയുടെ കണ്ണുകളെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് ഹരി ആഖയും, പച്ച കണ്ണുകള്. അപ്പൊ അതിൽ ഹരി എന്നുള്ളതാണ് വിശേഷൻ ശബ്ദം. ഓക്കെ. 11 ദാവത്ത് പർ ഹർമൻ ഏക് ലഡ്കി സെ മില, ഹർമൻ കി ഉസ് ദിൻ കി ഡയറി ലിഖേ. അതായത് ആ ഒരു ഫംഗ്ഷനിൽ വെച്ചുകൊണ്ട് ഹർമൻ എന്താണ് റോമേനെ കാണുന്നു. അപ്പൊ ഹർമന്റെ ആ ദിവസത്തെ ഡയറി എഴുതാനാണ് 1ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്തതാണ്, ദാവത്ത് പർ ആയി ലഡ്കി കെ ബാരെ में बताते हुए ഹർമൻ അപ്പനി മാ കോ പത്ര ലിഖ്താ ഹൈ, ഹർമൻ കാ പത്ര കൽപ്പന കർക്കെ ലിഖേ. അതായത് ഈ ഒരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ വന്നിട്ടുള്ള പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഹർമൻ തന്റെ അമ്മയ്ക്കൊരു കത്ത് എഴുതുന്നു. അപ്പൊ എന്താണ് ആ ഒരു കത്ത് എന്ത് ചെയ്യാനാണ്? ഇമാജിൻ ചെയ്ത് എഴുതാനാണ്. അപ്പൊ ഇതിൽ രണ്ടിന്റെയും കണ്ടന്റ് ഒന്നാണ്, ഫോർമാറ്റ് വ്യത്യാസമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തിൽ ഡയറി ആയിട്ട് എഴുതണം, രണ്ടാമത്തേൽ ലെറ്റർ ആയിട്ട് എഴുതണം. ഓക്കെ. കണ്ടന്റ് ജസ്റ്റ് ആ ഫോർമാറ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ സംഭവം സെറ്റാണ്. ഓക്കെ. അപ്പൊ അതിൽ ഒരെണ്ണം എഴുതിയാൽ മതിയായിരുന്നു. ഇനി അടുത്താണ്, ഗലീലിയോ ലേഖായി അംശപ്പെടയ ഒരു പ്രശ്നം 12 और 13 ഉത്തർ ലിഖിയ. അതായത് ഗലീലിയോ എന്ന് പറയുന്ന ലേഖനം വായിച്ചിട്ട് 12, 13 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എഴുതാനാണ്. 12 साल का एक लड़का चांद को देखते हुए एक पहाड़ी पर चढ़ रहा था, उसे लगा कि चांद भी उसके साथ साथ चढ़ रहा है। उसे बड़ा मजा आया। कुछ देर बाद वो चांद देखते हुए उतरने लगा। अब उसे लगा जैसे चांद भी उसके साथ साथ उतर रहा है. അപ്പൊ അതായത് എന്താണ്, 12 വയസ്സുള്ള ആ കുട്ടി ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ്. അവൻ മുകളിലേക്ക് കയറുമ്പോൾ ചന്ദ്രൻ അവന്റെ ഒപ്പം മുകളിലേക്ക് കയറുന്നു, താഴേക്ക് ഇറങ്ങുമ്പോൾ ചന്ദ്രൻ അവന്റെ ഒപ്പം താഴേക്ക് ഇറങ്ങുന്ന പോലെ അവന് തോന്നുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലഡ്കേക്കോ ക്യോം ബഡാ മസ ആ ഗയാ. അപ്പൊ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്? കാരണം എന്താണ്, അവൻ മുകളിലേക്ക് കയറുമ്പോൾ ചന്ദ്രനും മുകളിലേക്ക് കയറുന്നു, താഴേക്ക് ഇറങ്ങുമ്പോൾ ചന്ദ്രനും താഴേക്ക് ഇറങ്ങുന്നു. അതുകൊണ്ടാണ് എന്താണ് അവനത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. കാരണം എന്താണ്, ചാന്ദ് ഭി ഉസ്കെ സാത്ത് സാത്ത് ചൽ രഹാ ഹൈ. അതുകൊണ്ടാണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ജൂലൈ. ഓക്കെ. അപ്പൊ ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് ഗലീലിയോ എന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പൊ അത് നമുക്ക് ഈ പാസേജ് ആവശ്യമില്ല ശരിക്കും. ജൂലൈ 20 വിശ്വ ചന്ദ്ര ദിവസ്. ജൂലൈ 20 എന്ന് പറയുന്ന വിശ്വ ചന്ദ്ര ദിവസ്. 2 കാര്യം കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ഉണ്ട്, സംഭവം എന്താണെന്നുണ്ട്. ഈ അവസർ പർ സർക്കാരി വിദ്യാലയ്, സ്കൂളിന്റെ പേരുണ്ട്, സർക്കാരി വിദ്യാലയ് കാൺപൂർ മേ വിജ്ഞാൻ പ്രദർശിനി. അപ്പൊ നടക്കുന്ന പ്രോഗ്രാം എന്താണ്? വിജ്ഞാൻ പ്രദർശിനിയാണ്. ഹോനെ വാലി ഹെ ഇസ്കെ ലിയെ പോസ്റ്റർ തയ്യാറാക്കുക. അതിനു വേണ്ടിയാണ് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. അതായത് നമുക്ക് മോഡലിന് ചോദിച്ചിട്ടുള്ള സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡേറ്റ് ഉണ്ട്, എന്താണ് അതിന്റെ ആ ഡേയുടെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ എവിടെയാണ് നടക്കുന്നത്, ഇതൊക്കെ വെച്ച് കളർഫുൾ ആക്കിയ ഒരു പോസ്റ്റർ തട്ടിക്കൂട്ടി കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടും. ഇനി അടുത്ത ഇതിലേക്ക് പോകാം, സിലാ ബിൻതി ലഡ്കിയ. അതായത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഉള്ള പോയമാണ് സിലാ ബിൻതി ലഡ്കിയ. ഓക്കെ. അതിൽ നിന്നുള്ളതിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കവിതാക്കിയെ പങ്ക്തിയാൻ പടയോർ പ്രശ്ന 14 ഉത്തർ ലിഖേ. അതായത് കവിതയിലെ ഈ വരി വായിച്ചിട്ട് 14ാമത്തെ ക്വസ്റ്റ്യന് ഉത്തരം എഴുതാനുള്ളതാണ്. धान कटाई के बाद खाली खेतों में वे रंगीन चिड़ियों की तरह उतरती है, सिला बीन ने चुंडी की चुन और एक खेत से दूसरे खेत में उड़ती फिरती है. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കവിതയുടെ ആശയം എഴുതാനാണ്. ഒന്നുകിൽ കവിതയുടെ ആശയം എഴുതുക, അല്ലെങ്കിൽ കവിതയുടെ വിശ്ലേഷണാത്മക ടിപ്പണി എഴുതുക. അപ്പൊ അത് ആരാണ് റൈറ്റർ എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കവിതയുടെ ആശയം എഴുതാനുള്ളതാണ്. പഠിച്ചവർക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി അടുത്തതാണ്. ഓക്കെ. ഇനി അടുത്ത് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ എന്ത് വേണമെങ്കിൽ പറയാം, നമുക്ക് ഹിഡ്കി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ട്രെയിൻ ചൽ രഹി थी, मैं खिड़की के पास बैठी थी, सभी यात्री बातों में मशगूल होने लगे, एक बूढ़ा आदमी तेजी से डिब्बे में आया. അപ്പൊ എന്താണ്, ഒരു പ്രായമായിട്ടുള്ള ആള് പെട്ടെന്ന് ഡിബ്ബയിൽ അല്ലെങ്കിൽ ബോഗിനകത്തേക്ക് വന്നു. ഉസ്കെ സിർ പർ മിഠായിയോं की टोकरी थी. അദ്ദേഹത്തിന്റെ തലയിൽ എന്താണ്, മിഠായികളുടെ ഒരു വലിയ കൊട്ടയുണ്ടായിരുന്നു. വോ സിർഫ് സാമാൻ ബേച്ച്നെ വാല നഹീ था. അപ്പൊ എന്താണ്, സിർഫ് എന്താണ്, വെറുതെ സാധനങ്ങൾ വിൽക്കുന്ന ആളല്ലായിരുന്നു. വോ ബീച്ച് ബീച്ച് മീൻ താലിയാൻ ബജാതാ താ, സാധി ഗീത് ഗാതാ താ, പാട്ട് കൂടി പാടുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം, ട്രെയിൻ കെ ചലത്തെ ഹി സബി യാത്രി ക്യാ കർനെ ലഗെ. അപ്പൊ എന്താണ്, ട്രെയിൻ ഓടാൻ തുടങ്ങിയപ്പോൾ എല്ലാ യാത്രക്കാരും എന്താണ് ചെയ്തത്? ഇവിടെയുണ്ട്, സബി യാത്രി ബാത്തോമെ മഷ്ഗൂൽ ഹോനെ ലഗെ. ബാത്തോമെ മഷ്ഗൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്തേം കർനെ ലഗെ എന്നുള്ളതാണ് അതിന്റെ റൈറ്റ് ആൻസർ. അപ്പം ഇതാണ് അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. 15 ഗായാണ് റൈറ്റ് ആൻസർ. ഓക്കെ. ഇനി അടുത്തതിലേക്ക് പോകാം. 16ാമത്തെയാണ്, നിർദ്ദേശാനുസാർ ഉത്തർ ലിഖേ. അതായത് തന്നിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഉത്തരം എഴുതാനാണ്. ഉസ്കേമേ നിഹിത് സർവനാം കോൻസാഹെ. ഉസ്കയിലുള്ള സർവനാം ഏതാണ് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. അതിലുള്ള സർവനാം എന്ന് പറയുന്നത് വഹാണ്.
ഓക്കെ, അപ്പോൾ അത് 1 മാർക്ക് സെറ്റാണ്. ഇനി അടുത്താണ് നമൂനെ കെ അനുസാർ ലിഖിए, അതായത് തന്നിട്ടുള്ള എക്സാമ്പിൾ അനുസരിച്ച് എഴുതാനാണ്. ട്രെയിൻ ചൽത്തി ഹെ, ട്രെയിൻ ചൽ രഹി ഹെ. ഓക്കെ, ആദ്യത്തെ തന്നിട്ടുണ്ട്. ഇപ്പം വ്യാപാരി ഗീത് ഗാത്താ ഹെ, വ്യാപാരി ഡാഷ്. ഓക്കെ, അപ്പം നമ്മുടെ രഹാഹെ ചേർത്ത് എഴുതാനുള്ളതാണ് ഇത്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റി എഴുതാനുള്ളതാണ്. അപ്പം ട്രെയിൻ ചൽ രഹി ഹെ, നമുക്ക് രഹാഹെ ചേർത്ത് എഴുതുക. അത്ര നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്താണ്, വ്യാപാരി ഗീത് ഗാത്താഹ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താവും, വ്യാപാരി ഗീത് ഗാ രഹാഹെ എന്നായിട്ട് മാറും. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. ഇവിടെ വ്യാപാരി എന്നാണ്, ഇവിടെ ഗാത്താഹ എന്നാണ്. ഓക്കെ, അതായത് എന്താണ്, പുല്ലിംഗമായിട്ടാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴെന്തായിരിക്കും, വ്യാപാരി ഗീത് ഗാ രഹാഹെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അത് ആൻസർ വരും. വ്യാപാരി ഗീത് ഗാ രഹാഹെ. ഓക്കെ, അതാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്താണ് ബൂഡ ആദ്മി ക്യാ ബേച്താ. 1 മാർക്കിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബൂഡ ആദ്മി എന്താണ് വിൽക്കുന്നത്, എന്താണ് വിൽക്കുന്നത്? മിഠായിയോക്ക് ടോക്ക് രീതി. അപ്പൊ മിഠായിയുടെ ഒരു കൊട്ട ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും വിൽക്കുന്നത്, മിഠായി ആയിരിക്കും വിൽക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് SLC ഹിന്ദിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് പറഞ്ഞിട്ടുള്ള കുറെ വെയിറ്റേജിന്റെ ഒക്കെ കുറെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് ആ പോർഷൻസ് കവർ ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെക്സ്റ്റിന് നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് ഈ എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.